ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഹെവനോ സ്റ്റോറി ടെല്ലർ 2.0. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ആദ്യമായി നമ്മളുടെ ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകാം. സമയം സന്ധ്യ 5 മണിയാകുന്നു. അന്തരീക്ഷം ചുവപ്പ് കലർന്നൊരു രീതി. ശിവക്ഷേത്രത്തിൽ വന്നതാണ് രുദ്രനും മിഷിയും. ക്ഷേത്രദർശനം കഴിഞ്ഞു അവർ. ഇരുവരും അമ്പലത്തിന്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന വലിയ ആലിന്റെ ചുവട്ടിൽ കെട്ടിയ ആൽത്തറയിൽ കാറ്റും കൊണ്ടിരിക്കുകയാണ്. നിമിഷങ്ങൾ കഴിഞ്ഞതും ഇഷ, രുദ്ര, നമുക്കിവിടെ ജീവിച്ചാലോ? അവളുടെ ചിരിയോടെയുള്ള ചോദ്യം ആസ്വദിച്ചു കൊണ്ട് തന്നെ രുദ്രൻ, അതെന്താ ഇപ്പൊ അങ്ങനെ ഒറ്റയ്ക്ക്? അത് വല്ലാത്തൊരു സമാധാനം, വല്ലാത്തൊരു സന്തോഷം. എന്ത് രസമാണ് രുദ്ര ഇവിടെയൊക്കെ കാണാൻ. രുദ്രൻ ഒന്നും മിണ്ടാതെ അവളെ നോക്കി. അവനറിയാം ഇഷയുടെ ഉള്ളിൽ എന്താണ് എന്ന്. നാളെ പോവുകയാണ് ഇവിടെ നിന്ന് തിരിച്ച് നഗരത്തിലേക്ക്. ഈ ഗ്രാമത്തിൽ അനുഭവിച്ച സന്തോഷം, സമാധാനം ഒന്നും വേണ്ട എന്ന് വെക്കാൻ ഇഷയുടെ ഉള്ളിൽ സമ്മതിക്കുന്നില്ല. പക്ഷെ പോകാതെ പറ്റില്ല. ആ വിഷമം എത്ര മറക്കാൻ ശ്രമിച്ചാലും അവളുടെ ഉള്ളിൽ നിന്നും അത് പുറത്തു വരും. സെറ്റ് സാരിയിൽ തൻ്റെ താലിയും കുങ്കുമവും ചന്ദനക്കുറയെല്ലാം കൂടി ഇഷയെ സുന്ദരിയാക്കി, വല്ലാത്തൊരു ഐശ്വര്യം നിറഞ്ഞവളാക്കി. മുഖത്ത് വല്ലാത്തൊരു തെളിച്ചുകൊണ്ട് രുദ്രൻ ഇഷയുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു. അത് ആഗ്രഹിച്ചതുപോലെ ഇഷ അവൻ്റെ തോളിലേക്ക് ചാരിയിരുന്നു. പിന്നെയും സമയങ്ങൾ കടന്നുപോയി. സന്ധ്യ ആയതിനാൽ തന്നെ പ്രകൃതിയെ തണുപ്പിക്കുന്ന കാറ്റ് അവിടെ വീശുന്നുണ്ടായിരുന്നു. ഒപ്പം ഒരു ചുവന്ന കാലാവസ്ഥയിലേക്ക് അന്തരീക്ഷം പോകുന്നു. തിരികെ അമ്പലത്തിൽ നിന്നും പോകുമ്പോഴെല്ലാം ഇഷയുടെ മുഖം മ്ലാനമായിരുന്നു. രുദ്രൻ അവളുടെ മനസ്സ് അറിയാവുന്നതിനാലെല്ലാം പിന്നെ അവളെ ശല്യപ്പെടുത്താനും പോയില്ല. അങ്ങനെ രാത്രി കൈലാസത്തിൽ എല്ലാവരും അവരുടേതായ സന്തോഷങ്ങൾ പങ്കുവച്ചു. കാശിനാഥനും സ്വാതിക്കും വിഷമമുണ്ട്. എങ്കിലും മക്കൾ വിഷമിക്കരുത് എന്ന ആഗ്രഹത്തിൽ അവർ പിന്നൊന്നും പറയാനും പോയില്ല. അങ്ങനെ ഭക്ഷണവും സംസാരവും എല്ലാം കഴിഞ്ഞ് അവർ നേരത്തെ തന്നെ കിടക്കാൻ തയ്യാറായി. കാരണം നാളെ രാവിലെ അവർക്ക് മടങ്ങണം, അത് തന്നെ കാര്യം. ശേഷം കിടക്കാനായി രുദ്രനും ഇഷയും റൂമിലെത്തി. ഇഷ കൈയും കാലും കഴുകി വന്നിട്ട് ഡ്രസ്സ് മാറുന്ന സമയം രുദ്രൻ പോയി ഒന്ന് ഫ്രഷപ്പായി. അവൻ തിരികെ വരുമ്പോഴും ഇഷ എന്തോ വലിയ ആലോചനയിലാണ്. രുദ്രൻ കുറച്ചു നിമിഷം അവളെ ഒന്ന് നോക്കി. എന്നാൽ അതൊന്നും ഇഷ അറിഞ്ഞില്ല എന്നതാണ് സത്യം. രുദ്രൻ വേഗം ചെന്ന് അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് ബാൽക്കണിയിലേക്ക് നടക്കാൻ തുടങ്ങി. ഇഷ ഒന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് കണ്ണുകൾ അടച്ചു കിടന്നു. രുദ്രൻ ഇഷയുടെ ഭാവം നോക്കിക്കൊണ്ട് തന്നെ ബാൽക്കണിയിലുള്ള ചെയറിലിരുന്നു കൊണ്ട് ഇഷയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൻ തൻ്റെ ചുണ്ടുകൾ അവളുടെ നെറുകിൽ പതിപ്പിച്ചു, അത്ര ലോലമായി. എന്നിട്ട്, ഇഷ, എന്തു പറ്റി നിനക്ക്? ഇഷയെ തലോടിക്കൊണ്ട് ചോദിച്ചു. അവൻ്റെ ആ പ്രവൃത്തി മാത്രം മതിയായിരുന്നു ഇഷയ്ക്ക് തൻ്റെ വേദനയെ അവൻ്റെ നെഞ്ചിലേക്ക് കണ്ണീരായി ഒഴുക്കിക്കളയാൻ. അവൾ കരയുന്നത് കണ്ട് രുദ്രനൊന്നും മിണ്ടിയില്ല. അവളെ കരയാൻ അനുവദിച്ചു. കാരണം അവൻ ഉറപ്പായിരുന്നു ഈ കരച്ചിൽ കാണുമെന്ന്. രാവിലെ മുതൽ ഉള്ളിൽ പിടിച്ചു വെച്ച വേദന ഈ കണ്ണീരായി ഒഴുക്കിക്കളയാൻ തൻ്റെ സാമീപ്യം അവൾക്ക് ആവശ്യമാണെന്നും. സമയം കുറച്ച് കടന്നുപോയി. ഇഷ ഒന്ന് ഓക്കെ ആയി എന്ന് തോന്നിയപ്പോൾ പതിയെ, രുദ്ര, എന്തോ എനിക്ക് ഇഷ പറയാൻ മടിച്ചു. പറയിഷ, കേൾക്കാൻ ഞാനില്ലേ? അതിന് ചെറിയൊരു ചിരി ഇഷ നൽകി. എന്നിട്ട്,
രുദ്ര, എനിക്കറിയില്ല. ഇവിടെ നിനക്കൊപ്പം ഇരിക്കുമ്പോൾ ഒരുപാട് ഹാപ്പിയാണ് ഞാൻ. ഒപ്പം ഒരുപാട് വേദനയും. എന്നെ ഈ സന്തോഷം ആഗ്രഹിച്ചവരെന്ന് എനിക്കൊപ്പം അച്ഛനും അമ്മയും ഇട്ടവും എല്ലാവരും ചേർന്ന് നമ്മളുമൊക്കെയായിട്ട് ഇതുപോലെ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് രുദ്ര. പക്ഷേ ഞാൻ എല്ലാ വേദനയും ഇപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നുണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ പെട്ടെന്ന് രുദ്രൻ, ഇഷ, വേദന ഉണ്ടാകുന്നത് തന്നെയാണ്. പക്ഷേ നമുക്ക് മുന്നോട്ട് പോയല്ലേ പറ്റൂ. അറിയാം രുദ്ര, പക്ഷെ എനിക്ക് അറിയില്ല. അന്ന് ഞാൻ നിന്നോട് എങ്ങനെയെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്നെൻ്റെ അച്ഛനും അമ്മയും അവരും കൂടെ ഉണ്ടായിനെ എന്ന് എൻ്റെ ഉള്ളു വല്ലാതെ കുത്തുന്നു രുദ്ര. ഇഷ വിങ്ങി പൊട്ടിപ്പോയി. അവളുടെ കണ്ണുനീര് കണ്ട് രുദ്രൻ വേദനയോടെ ഇഷയെ നോക്കി. എന്നിട്ട് മറുപടികളൊന്നും പറയാതെ ഇഷയെ നെഞ്ചോട് ചേർത്ത് നെറ്റിയിൽ തൻ്റെ ചുണ്ട് ചേർത്തുകൊണ്ട് പതിയെ തട്ടിക്കൊണ്ടിരുന്നു. ഇഷ മയക്കത്തിലേക്ക് വീഴുന്നത് വരെ. ഇഷ ഉറങ്ങി എന്നുറപ്പായതും രുദ്രൻ അവളെ ഒന്നും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, കുറച്ച് സമയം കൂടെ തായിഷ. നിന്റെ വേദനകളും നിന്റെ ഉള്ളിലെ മുറിവുകൾക്ക് മരുന്നും ഒപ്പം നിന്റെ സംശയങ്ങൾക്കുള്ള ഉത്തരവും തരും ഞാൻ. നിന്റെ രുദ്രൻ അത് നടത്തിയിരിക്കും. ആ നിമിഷങ്ങളിൽ രുദ്രന്റെ മുഖത്ത് സൗമ്യത മാറി. പകയും ദേഷ്യവും സ്ഥാനം പിടിക്കാൻ തുടങ്ങി. ആ വലിഞ്ഞു മുറുക്കുന്ന മുഖം ഒന്ന് അയ്യാൻ ഇഷയുടെ ചെറിയൊരു ഞെരുക്കം മാത്രം മതിയായിരുന്നു. അവൻ ഇഷയെ ഒന്ന് നോക്കി. തണുപ്പ് നല്ലതുപോലെയുണ്ട്. അതിനാലാകണം തന്നിലേക്ക് പിന്നെയും മുട്ടി വരുന്നത്. ചിരിയോടെ ഓർത്തുകൊണ്ട് രുദ്രൻ ഇഷയെ കൈകളിലെടുത്തുകൊണ്ട് തങ്ങളുടെ റൂമിലേക്ക് പോയി. എന്നിട്ട് പതിയെ ബെഡിൽ കിടത്തി. അവൻ ബെഡിലേക്ക് കിടക്കുമ്പോഴേക്കും ഇഷ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൻ്റെ നെഞ്ചിൽ ചേർന്നിരുന്നു. രുദ്രൻ പ്രണയം നിറഞ്ഞ ചിരിയോടെ അവളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് കണ്ണുകൾ അടച്ചു. അവരുടെ മയക്കം തുടങ്ങുമ്പോൾ പ്രകൃതിയും മയങ്ങാൻ തുടങ്ങിയിരുന്നു. തിരിച്ചുള്ള യാത്രയിൽ രുദ്രൻ അച്ഛനെയും ആൻറ്റിയെയും അവരുടെ വീട്ടിൽ വിട്ട് അവർ സുരക്ഷിതരാണ് എന്ന് ഉറപ്പാക്കിയ ശേഷം തിരികെ പോവുകയാണ് തങ്ങളുടെ വീട്ടിലേക്ക്. അങ്ങനെ വൈകിട്ട് ഒരു 4 മണിയോടുകൂടി അവർ നന്ദിവനത്തിലെത്തി. കാർപോർച്ചിൽ കയറിയുമ്പോൾ തന്നെ അവർ കണ്ടിരുന്നു വീട്ടിൽ ആരുമില്ല എന്ന് തന്നെ. കാരണം വീടിന് മുന്നിൽ പാർക്ക് ചെയ്ത ഒരു വാഹനങ്ങളും അവിടെ ഇല്ലായിരുന്നു. രുദ്രൻ അത് ഓർത്തുകൊണ്ട് തന്നെയാണ് കാർ പാർക്ക് ചെയ്തത്. വണ്ടി പാർക്ക് ചെയ്ത് സാധനങ്ങളെല്ലാം എടുത്ത് ഇരുവരും വീടിനുള്ളിലേക്ക് കയറാൻ തുടങ്ങിയതും രുദ്രൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് കോൾ ആയതിനാൽ തന്നെ അവൻ ഇഷയോട് അകത്തേക്ക് പൊക്കോ എന്ന് കണ്ണുകൊണ്ട് കാണിച്ച് ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഇഷ അകത്തേക്ക് പോയി. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ രുദ്ര എന്ന് വിളിച്ചുള്ള ഇഷയുടെ അലർച്ച കേട്ട രുദ്ര ഞെട്ടിപ്പോയി. അവൻ വേഗം അകത്തേക്ക് പാഞ്ഞു. എന്നാൽ അകത്ത് കണ്ട കാഴ്ചയിൽ രുദ്രൻ വിറച്ചുപോയി. ഒരു നിമിഷം സ്റ്റക്കായി. അവനൊന്ന് മുന്നോട്ട് നോക്കി. സ്റ്റെപ്പിന് താഴെ ചോരയിൽ കുളിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ജാനകി. അവളുടെ അടുത്ത് തകർന്ന പോലെ ഇഷയും. രുദ്രൻ ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. പാഞ്ഞു ചെന്ന് ജാനകിയെ കൈകളിൽ കോരിയെടുത്തു. എന്നിട്ട് തളർന്നു നിൽക്കുന്ന ഇഷയെ നോക്കി. ഇഷ ചെല്ല, പോയി വണ്ടി ഇഷ ചെല്ല, പോയി വണ്ടി ഓണാക്കി ഡോർ തുറക്ക്. രുദ്രൻ പറയുന്നത് കേട്ടിട്ടും ഇഷ അനങ്ങാൻ പോലും കഴിയാതെ നിന്നു. രുദ്ര, ഇഷ വേഗം! രുദ്രൻ അലറുകയായിരുന്നു. പെട്ടെന്ന് ഇഷ തൻ്റെ മനസ്സിനെ തൻ്റെ നിയന്ത്രണത്തിലെത്തിച്ചുകൊണ്ട്
അവൻ്റെ കയ്യിൽ നിന്നും കീ വാങ്ങി പുറത്തേക്ക് പാഞ്ഞു. ഇഷ ഡോറ് തുറക്കുമ്പോഴേക്കും രുദ്രൻ ജാനകി എടുത്ത് അവിടെ എത്തി. പുറകിലെ സീറ്റിൽ അവളെ കിടത്തിയിട്ട് ഇഷയെ അവൻ നോക്കി. ഇഷയ്ക്ക് കാര്യം മനസ്സിലായതുപോലെ അവൾ വേഗം ജാനകിയോടൊപ്പം പുറകിലേക്ക് കയറി. പിന്നെ സമയം ഒട്ടും എടുത്തില്ല. രുദ്രൻ ജാനകിയുമായി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. പോകുന്ന വഴി നിത്യയെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. ഹോസ്പിറ്റലിൽ എത്താൻ ഏതാണ്ട് 10 മിനിറ്റോളം എടുത്തു. ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയിലെല്ലാം രുദ്രനാകെ തകർന്നിരുന്നു. ഈ സംഭവത്തിന് കാരണം തൻ്റെ അശ്രദ്ധയാണ് എന്ന് ആരോ അവൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നത് പോലെ. അത് മനസ്സിലായതുപോലെ രുദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരുപാട് കാലത്തിന് ശേഷം രുദ്രൻ്റെ ഉള്ളിൽ വേദനിച്ചു. തൻ്റെ പ്രിയപ്പെട്ട അനുജത്തി ജാനിക്കുട്ടിക്ക് വേണ്ടി. ഹോസ്പിറ്റലിൽ ചെന്ന് വണ്ടി നിർത്തിയതും നിത്യ തയ്യാറാക്കി നിർത്തിയ ടീം അവിടെ ഉണ്ടായിരുന്നു. അവർ ജാനകിയുമായി പാഞ്ഞു. രുദ്രനെ മിഷയെ നോക്കി നിൽക്കെ ICUവിൻ്റെ വാതിൽ അവർക്ക് മുന്നിൽ അടഞ്ഞു. രുദ്രൻ്റെ മിഷയും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. സമയം കടന്നുപോയി. നിത്യ ICUവിൽ നിന്ന് പുറത്തേക്ക് വന്നു. രുദ്രൻ്റെ മിഷയും വേഗം അവൾക്ക് അടുത്തേക്ക് ചെന്നു. രുദ്രൻ പെട്ടെന്ന് നിത്യയോട്, എന്തായി? അവൾക്ക് എങ്ങനെയുണ്ട്? കുഞ്ഞ് സേഫാണോ? കുഞ്ഞിൻ്റെ കാര്യത്തിൽ അവനും ഫലം ഒട്ടുമില്ലാതെയായിരുന്നു ചോദിച്ചത്. അതിന് വേദന നിറഞ്ഞ മുഖത്തോടെ നിത്യ, കുഞ്ഞു പോയി, സർജറി നടക്കുക, അവൾ സേഫാണ്. ഇഷ ഞെട്ടലോടെ നിന്നു. അവൾക്കുള്ളിൽ കുഞ്ഞിനു വേണ്ടി കാത്തിരുന്ന ജാനകിയുടെ മുഖമായിരുന്നു. രുദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞുവെങ്കിലും അവനൊന്നും മിണ്ടിയില്ല. കാരണം അവന് തോന്നിയിരുന്നു കുഞ്ഞിൻ്റെ കാര്യം. അതിനാൽ തന്നെ അവനൊന്നും മിണ്ടാതെ നിത്യ പറയുന്നത് കേട്ടു. ഏട്ടാ, സർജറി കഴിയാൻ സമയമെടുക്കും. ഞാനിവിടെ ഉണ്ടല്ലോ, നിങ്ങൾ ഡ്രസ്സ് മാറുക, ബ്ലഡ് ആകെ ആയിട്ടുണ്ട്. നിത്യ പറയുമ്പോഴാണ് അവരിരുവരും അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. രുദ്രൻ്റെ പക്ഷേ അവിടെ നിന്ന് പോകാൻ മനസ്സുണ്ടായിരുന്നില്ല. എങ്കിലും ഇഷയുടെ അവസ്ഥ കണ്ടതും അവൻ പോകാൻ തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പ് രുദ്രൻ ഒന്നുകൂടെ ICUവിലേക്ക് നോക്കി. എന്നിട്ട് നിത്യയെയും. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൾ തലയാട്ടി. തുടരുന്നു. ആക്ച്വലി ഇപ്പം സമയം 2:03 രാവിലെ. ഞാൻ ഇപ്പോഴാണ് എഴുതി കഴിഞ്ഞ് ഇതിപ്പോൾ റെക്കോർഡ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടേ ഞാൻ കിടക്കുള്ളൂ. അപ്പോൾ പിന്നെ എല്ലാവരോടും ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇതുവരെ കഥ വായിച്ച കുറേ പേരുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ വില്ലൻ ആരാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? മനസ്സിലായെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ കാണാം അടുത്ത ഭാഗവുമായി വരുന്നത് വരെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ, സി യു ഓൾ.